കാരണം ഒന്നും കാണാത്തൊരവസ്ഥയിലാണ്. അള്ളാഹു ശിഫ നൽകുമാറാകട്ടെ, അള്ളാഹു ശിഫ നൽകുമാറാകട്ടെ, അള്ളാഹു ശിഫയാക്കി കൊടുക്കും. Dear Ustad, sister of my friend get divorced and kindly pray for my friend's sister to get a good husband. അപ്പോ ഇൻഷാല്ലാ ഡിവോഴ്സ് ഇന്നിപ്പോ ഭയങ്കര ട്രെൻഡാണ്. ഇപ്പൊ ഡിവോഴ്സ് ആവുക എന്ന് പറഞ്ഞാൽ എവിടുന്ന് അത് കിട്ടണത് എനിക്കറിയില്ല. പെണ്ണുങ്ങൾക്ക് ആണുങ്ങൾക്കൊക്കെ ഇന്നിപ്പോ ഒരു എക്സ്ട്രീം കേസ് ഞാൻ ഒരു വിഷയം അറിഞ്ഞത്, ഞാൻ അറിയുന്ന ഒരാളുടെ ജ്യേഷ്ഠന്റെ ഭാര്യ 2 കുട്ടികളൊക്കെ ഉണ്ട്, ഒരുത്തന്റെ കൂടെ ഓടിപ്പോയി. എന്താ ചെയ്യാ? ഓടിപ്പോക്ക് ധാരാളമുണ്ട്. ഇതൊക്കെ ബുദ്ധി വന്ന് തിരിച്ചറിയുമ്പോഴേക്കും സമയം കഴിഞ്ഞിട്ടുണ്ടാവും. അതാണ് പെണ്ണുങ്ങൾ വിചാരിക്കും എനിക്ക് കുറെ ആൾക്കാരുണ്ടല്ലോ, സ്വന്തം ഭർത്താവല്ലാതെ ആരും ഓൾക്കില്ല, അതൊക്കെ തോന്നലാണ്. ഇങ്ങനെ ചിരിക്കുമ്പോഴേക്കും ഒപ്പം കൂടുന്ന ആള് ഇവളല്ലാത്ത മറ്റൊരു തിരിച്ചാൽ അവന്റെ കൂടെ അവളെ കൂടെ ഇവനും പോവില്ലേ? അതല്ല ഇപ്പൊ അവന്റെ പോളിസി എന്താ? ചിരിച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ലവ് യു ലവ് മീ ഐ ലവ് യു, ഓക്കെ കം ഓൺ ലെറ്റ്സ് ഗോ. ഇതിപ്പോ എല്ലാവരോടും പറയും. ഇതെല്ലാവർക്കും അയക്കുന്ന കമന്റ് നിനക്ക് ഇട്ടതായിരിക്കും. നീ വിചാരിക്കും എന്നോട് മാത്രം പറഞ്ഞതാണ്. സുബ്ഹാനല്ലാഹ്, അത് വായിക്കുന്നതും എഴുതുന്നതും ഒക്കെ ഹറാമല്ലേ? അത്തരം നിക്കാഹിലൂടെ അല്ലാത്ത ബന്ധങ്ങൾ ഹറാമല്ലേ? ഇതൊക്കെ എന്താ പെണ്ണുങ്ങൾ എന്താ ഈ ഫാന്റസിയിൽ ജീവിക്കുക? യാഥാർത്ഥ്യ ലോകമൊന്നും അറിയില്ലേ? ഇവരെന്താ സ്വപ്ന ലോകത്താന്ന വിചാരം? സുബ്ഹാനല്ലാഹ്. ഇവിടെ ആരുടെ കുറ്റമാണ് എന്താണെന്നും എനിക്കറിയില്ല. ഇവിടെ ഒരു വിവാഹമോചനം നടന്നൊരു സഹോദരി, അവർക്ക് അള്ളാഹു യോജിച്ച ഭർത്താവിന് അള്ളാഹു നൽകുമാറാകട്ടെ. ഞാൻ പറഞ്ഞത് ഈ ഒറ്റൊരുത്തന്റെ ഒരു മുസ്ലിമായ ആളും മലപ്പുറം ജില്ലയിൽ ഞാൻ അടുത്തറിയുന്ന ഒരു സ്ഥലം, സുബ്ഹാനല്ലാഹ്, എന്നിട്ട് ഇവളെക്കാളും 12 വയസ്സെങ്ങാനും ചെറുപ്പക്കാരനാണ് ഈ പുതിയാപ്പിള എന്ന് പറയാനായില്ല, വ്യഭിചാരി അല്ല പറയാൻ പറ്റുള്ളൂ. ആദ്യത്തെ ഭർത്താവാണെങ്കിലും ഇവർ ഡിവോഴ്സ് ചെയ്തിട്ടില്ല. ഇവർ കൂടി താമസിച്ചുകൊണ്ടിരിക്കുക. ഒളിച്ചോട്ടത്തിലായിരുന്നു, കേസായി, പോലീസിന്റെ കോടതിയിൽ ഹാജരായി. വളരെ റീസെന്റ് സംഭവം. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് കോടതി ജഡ്ജിന് മുമ്പിൽ ഇവള് പറയാ, ഉളുപ്പില്ലാതെ ഞാൻ ഇവന്റെ കൂടെ പോവാണ്. എത്ര കാലം ഇവൻ കൊണ്ടു നടക്കും ഇവളെ? ഇത്രയും ഏജ് ഡിഫറൻസിൽ ഒരു പെണ്ണിനെ എത്ര കാലം ഇവൻ കൊണ്ടു നടക്കും? ഇവന്റെ ആവേശം എത്ര കാലം നടക്കും? നിക്കാഹ് കഴിഞ്ഞ് വിവാഹം കഴിഞ്ഞവൻ അറിയാം എന്താണ് ഈ ട്രെൻഡ് നോക്കെ, എന്താണ് ഇതിലെ ആവേശം നോക്കെ, അത് എത്ര കാലം ഉണ്ടാവുന്നു. പെണ്ണുങ്ങളെന്ന് ചിന്തിക്കാതെ ജീവിതത്തെ പറ്റി, മക്കളെ പറ്റി, കുഞ്ഞിനെ കൊണ്ടേക്കോട്ടെ കുഴപ്പമില്ല, അവൾക്ക് കുഞ്ഞ് വേണ്ട, ആരും വേണ്ട, ഇവൻ മതി. എന്താണ് ഈ തോന്നിവാസം? എന്താണ് ഈ തോന്നിവാസം? മനുഷ്യൻ മൃഗമാവേ? ശരീരത്തിന് ഈ ഒരു സുഖം മതിയോ? വേറൊന്നും വേണ്ടേ? സംസ്കാരം വേണ്ടേ? നന്മ വേണ്ടേ? ഒരു മൂല്യം വേണ്ടേ? ഇതൊക്കെ എവിടെ പോയി? അള്ളാഹു സൽബോധം നൽകുമാറാകട്ടെ. എന്നിട്ട് ഒരു പെണ്ണങ്ങാനും ഭർത്താവിനോട് നീ എന്നെ തൊലാഖ് ചൊല്ലിക്കോ എന്ന് പറഞ്ഞാൽ സ്വർഗത്തിന്റെ മണം അവൾക്ക് കിട്ടില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്ന പെണ്ണുങ്ങളുണ്ടെന്നാ ഞാൻ അറിഞ്ഞത്. സുബ്ഹാൻ, എന്നെ തൊലാഖ് ചൊല്ലിക്കോ. എന്താണ് അതൊക്കെ ധൈര്യം? എന്താണ് ആ വാക്കിന്റെ ഗൗരവം? യാ അല്ലാഹ്, എന്തൊരു ഗൗരവമാണ്! പുരുഷന്മാർ ഒരിക്കലും തമാശ പറയുന്ന പറച്ചിൽ പോലും ഞാൻ നിന്നെ തൊലാഖ് ചൊല്ലുമെന്ന് പറയാൻ പാടില്ലെന്നാ. നിക്കാഹ് കഴിഞ്ഞോ തൊലാഖ് എന്നുള്ള വാക്കൊരു പെട്ടിയിലാക്കി നീ കടലിൽ കൊണ്ടുപോയി എറിയുന്ന തമാശയിൽ പോലും പറയരുത്. കാരണം 3 വിഷയം കളിയും കാര്യമാണ്, കാര്യവും കാര്യമാണ്. നിക്കാഹ് ചെയ്യലും തൊലാഖ് ചൊല്ലലും തിരിച്ചെടുക്കലും കാര്യത്തിൽ പറഞ്ഞാലും കാര്യമാണ്, തമാശയിൽ പറഞ്ഞാലും കാര്യമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊന്നും കളിക്കാനിരിക്കല്ല. ജീവിതം അള്ളാഹുവിന് വേണ്ടി ഒരുമിച്ച് ജീവിക്കുകയാണ്. എന്തിന്? നിനക്ക് അള്ളാഹുവിന്റെ ഇബാദത്തിൽ ജീവിക്കാൻ വന്നതാ നീ, അല്ലേ? നിനക്ക് ശാരീരിക ആവശ്യങ്ങളുണ്ട്, അത് നിർവഹിച്ചു തരാൻ നിനക്കൊരു ഇണ വേണം. ആയിക്കോട്ടെ, ഇനി ഇതിനല്ല ജീവിക്കുന്നത്. മൃഗങ്ങൾ അങ്ങനെ ജീവിക്കുക. ഇപ്പൊ പാശ്ചാത്യന്മാർ ജീവിക്കുന്ന അതിനാ, തോന്നിവാസത്തിന് ജീവിക്കുക. വെറും ഇതാ ജീവിതം എന്നാ വിചാരം. സുബ്ഹാനല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ് അൽ-അലീം. അല്ലാഹു തആല അത്തരം പ്രയാസങ്ങളിലുള്ള മുഴുവൻ ആളുകൾക്കും അല്ലാഹു മനസ്സമാധാനം നൽകുമാറാകട്ടെ. അത്തരം പ്രയാസങ്ങളിൽ വേർപിരിഞ്ഞോ പ്രയാസത്തിലോ ജീവിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരുടെ മനസ്സുകളെ അള്ളാഹു യോജിപ്പിക്കുമാറാകട്ടെ. കാരണം യോജിപ്പിലുള്ള ആൾക്കാരെ പിശാച് പഴപ്പിക്കുള്ളൂ. കള്ളുടിച്ച് നടക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർ, ഇവൾക്ക് വേറെ ബോയ് ഫ്രണ്ട് ഉണ്ട്, അവന് വേറെ ഗേൾ ഫ്രണ്ടിനുണ്ട്. എന്തോ ഒരു സ്നേഹത്തിലാണ് ആ ജീവിതം. യാ അല്ലാഹ്. നേരെ മറിച്ച് ഇവൻ അള്ളാഹു പറഞ്ഞതല്ലാതെ ഒരു വ്യഭിചാരത്തിലേക്ക് ഇവൻ പോവില്ല, ഒരു പെണ്ണിനെ ഇവൻ നോക്കൂല, ഒരു പെണ്ണിനോട് ഇവന് ചാറ്റിങ്ങും ചീറ്റിങ്ങും ഇവനില്ല. അങ്ങനത്തെ ഒരു നല്ല ചെറുപ്പക്കാരനാന്ന് വിചാരിക്കാം. ഭർത്താവല്ലാതെ മറ്റൊരാളെ കുറിച്ചും ആ പെണ്ണ് ആലോചിക്കൂല. ഭർത്താവിനും തന്റെ കുടുംബത്തിനും വേണ്ടി ജീവിതം ഡെഡിക്കേറ്റ് ചെയ്ത് അന്തസ്സുള്ള ഒരു ഭാര്യ എന്ന് വിചാരിക്കുക. ഇവരെ വേർപിരിക്കാനെ പിശാചു വരിക, ഇവരെ പഴപ്പിക്കാനെ പിശാച്ചിന് ചെയ്യേണ്ടതുള്ളൂ. മറ്റുള്ള ഓൾറെഡി പഴച്ചിട്ടില്ലേ? അതുകൊണ്ട് നല്ല അച്ചടക്കത്തിൽ ജീവിക്കുന്ന കുടുംബങ്ങൾ പിശാച്ചിന്റെ ഈ വലയിൽ നിന്ന് ശരിക്ക് കരുതലോടുകൂടെ ജീവിക്കണം. ചെറുപ്പക്കാർ പ്രത്യേകം മനസ്സിലാക്കുക. കല്യാണം കഴിഞ്ഞ ഒരു പെണ്ണിന്, കല്യാണം കഴിയാത്തവർക്ക്, നിനക്ക് നിക്കാഹ് ചെയ്തിട്ടില്ലാത്ത ഒരു പെണ്ണിനോട് നിനക്ക് വർത്തമാനം പറയാനോ, മുഖത്ത് കണ്ണീർത്ത് നോക്കാനോ, സംസാരിക്കുവാനോ, ചാറ്റ് ചെയ്യാനോ, നിന്റെ ഫേസ്ബുക്ക് ആഡ് ചെയ്യാനോ ഒക്കെ ഹറാമാണ് സഹോദര, ഹറാമാണ്. യു ലൈക്ക് ഇറ്റ് ഓർ നോട്ട്.
ഞാൻ പറഞ്ഞു നിനക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ, എന്റെ ബാധ്യത ഞാൻ നിർവഹിക്കുകയാണ്, പാടില്ലാത്തതാണ്. പിന്നെയല്ലേ മറ്റുള്ളവന്റെ കല്യാണം കഴിച്ചവന്റെ ഒരു ഭാര്യയെ അല്ലെങ്കിൽ മറ്റൊരുത്തന്റെ അയൽക്കാരിയെ എന്തെങ്കിലും പ്രലോഭനങ്ങൾ ചെയ്ത് എന്തെങ്കിലും മോഹിപ്പിച്ച് കൊണ്ടുപോവുക, തട്ടിക്കൊണ്ട്, എന്താ ഇതൊക്കെ? ഇതൊക്കെ സംസ്കാരമുള്ള മുസ്ലിമീങ്ങൾക്ക് പറ്റുന്നതാണ്. അള്ളാഹു ഇത് പൊറുക്കുമോ? ഇതിനൊക്കെ എവിടെയാണ് ഈ പാപഭാരം കൊണ്ടുപോയി വെക്കുക? ഈ സുഖം ആവേശക്കട കഴിഞ്ഞിട്ടും ജീവിക്കണ്ടേ? കുടുംബ ബന്ധങ്ങൾ വേണ്ടേ? നാട്ടുകാരുടെ മുമ്പിൽ ജീവിക്കണ്ടേ? സംസ്കാരം എന്താണെന്ന് ഉയർത്തി കാണിക്കണ്ടേ? നമ്മുടെ അനുജനോട് നാം പഠിപ്പിച്ചു കൊടുക്കുന്ന പാഠം എന്താണ്? കണ്ടവന്റെ പെണ്ണിനെ ഓടിച്ചു കൊണ്ടുവരിക, അല്ലെങ്കിൽ ചാടിച്ചു കൊണ്ടുവരിക, മറ്റവന്റെ കൂടെ പോയി കിടക്കുക, ഇവളുടെ കൂടെ പോയി നടക്കുക, ഇതൊക്കെ സ്വന്തം സമൂഹത്തോട് എന്താ ഇവൻ പറഞ്ഞുകൊണ്ട്? ഇവനുള്ളേ ജ്യേഷ്ഠാനുജന്മാർ, ആങ്ങള പെങ്ങളമാർ, ജ്യേഷ്ഠാനുജന്മാർ, കുടുംബക്കാർ, ഇവർക്കൊക്കെ നൽകുന്ന മെസ്സേജ് എന്തൊരു മോശമാണ്! ഇതല്ലേ മറ്റുള്ളവർ കണ്ടുപഠിക്കുന്നത്? അങ്ങനെ ആരെങ്കിലും ഇവനെ പിൻപറ്റിയാൽ അവരൊക്കെ ചെയ്യുന്ന സർവ്വത്തിന്മയുടെയും കുറ്റം ഇവൻ പേറണ്ടേ? അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഏതെങ്കിലും ഒരു ആവേശത്തിനങ്ങൾ ജീവിക്കല്ല. നല്ല ബുദ്ധി ഉപയോഗിക്ക്. നമ്മൾ മൃഗമല്ല, മലക്കുമല്ല. പക്ഷെ രണ്ടിന്റെയും സ്വഭാവം അള്ളാഹു നമുക്ക് തന്ന് ബുദ്ധി തന്നിട്ടുണ്ട് ആലോചിക്കാൻ. അതുകൊണ്ട് എടുത്തു ചാടല്ല. സംഭവിച്ചു പോയ പാകപ്പിഴവുകൾ അള്ളാഹു പുറത്തു തരുമാറാകട്ടെ. അള്ളാഹു പുറത്തു തരുമാറാകട്ടെ. ഒരു മുസ്ലിം പെൺകുട്ടിയും ഒരു മുസ്ലിമിനെ കൊണ്ട് മറ്റുള്ളവനെ കൊണ്ടോ പിഴപ്പിക്കപ്പെടുന്ന ഒരവസ്ഥ ഈ ഉമ്മത്തിൽ വരാതെ അള്ളാഹു കാക്കുമാറാകട്ടെ. ഒരു ചെറുപ്പക്കാരനും അവന്റെ ഫോൺ വിളി കൊണ്ടോ മിസ് കോൾ കൊണ്ടോ ഒരു പെണ്ണും വഴിതെറ്റിപ്പോകുന്ന അവസ്ഥ ഇല്ലാതിരിക്കുമാറാകട്ടെ. ഒരു പെണ്ണും അങ്ങനെ ഒരു ചെറുപ്പക്കാരനെ വഴിപഴപ്പിക്കുമാറാകട്ടെ. അന്തസ്സിലായി അഭിമാനത്തിൽ അള്ളാഹു പറഞ്ഞ പോലെ ജീവിക്കുന്ന കുടുംബ ബന്ധങ്ങൾ അള്ളാഹു ഈ സമൂഹത്തിൽ സ്ഥാപിച്ചു തരുമാറാകട്ടെ. ഹജ്ജിന് പുറപ്പെട്ടവരുടെ ചരിത്രം പറഞ്ഞ് നമ്മൾ വ്യാഴാഴ്ച 3 കബർ കുഴിച്ചപ്പോഴും അത് പാമ്പ് കണ്ടു എന്ന് പറഞ്ഞ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മുമ്പിൽ ഓടി വന്ന സംഭവം. ഹജ്ജിന് ഉദ്ദേശിച്ചാൽ തന്നെ സ്വർഗ്ഗം ലഭിക്കുമെന്നല്ലേ? അപ്പോ ഹജ്ജിന് ഉദ്ദേശിച്ചാൽ സ്വർഗ്ഗം ലഭിക്കുന്ന പറഞ്ഞത് ബേസ്ഡ് ഓൺ യുവർ ഇന്റൻഷൻ. ഹജ്ജിന് പോണ മുഴുവൻ ആളുകളും ആ ഒരു നല്ല നിയ്യത്തിലോ നല്ല ഇഖ്ലാസിലോ ആയിക്കൊള്ളണമെന്നില്ല. ഈ ആൾക്ക് സംഭവിച്ചത് അതായിരിക്കാം. ഉണ്ടല്ലോ, പോവാണെന്നാ ഞാനും പോവാണ്. ഹജ്ജിന് പോയിട്ട് കച്ചവടത്തിന് പോകുന്ന എത്ര ആൾക്കാരുണ്ട്? ഹജ്ജിന് പോയിട്ട് പൈസ ഉണ്ടാക്കി പോരുന്നവർ എത്ര ഉണ്ട്? യാചിച്ചു പോരുന്നവർ. ഇയാളുടെ ഉദ്ദേശം നമുക്കറിയില്ല. പക്ഷേ എന്തെങ്കിലും അയാളിൽ അള്ളാഹു തആല ഒരു ശിക്ഷ വിധിക്കാൻ ഉദ്ദേശിച്ചത് കൊണ്ടായിരിക്കാം അങ്ങനെ കണ്ടത്. അതാണ് അതിന്റെ പഠിക്കേണ്ടത്. اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه. റഹ്മാനായ റബ്ബേ, ഞങ്ങൾ പറഞ്ഞതും കേട്ടതും സ്വീകരിക്കണേ റബ്ബേ. ഞങ്ങളെ നീ നല്ലവരാക്കി സ്വീകരിക്കണേ റഹ്മാനെ. ഞങ്ങളെ നീ നല്ലവരാക്കണേ റബ്ബേ. നീ ഇഷ്ടപ്പെട്ടവരാക്കണേ അല്ലാ. നിന്റെ റസൂൽ കണ്ട് സന്തോഷിക്കുന്നവരാക്കണേ റഹ്മാനെ. ഞങ്ങളുടെ മനസ്സിലെ ദുഷിച്ച വികാരങ്ങളെ നീക്കി തന്ന ഹൃദയത്തെ നീ ശുദ്ധിയാക്കി തരണേ റഹ്മാനെ. റഹ്മാനായ മലിക്കുൽ ജബ്ബാറായ തമ്പുരാനെ, ഞങ്ങളുടെ എല്ലാ പാപങ്ങളും